ഹായ്, വെൽക്കം ബാക്ക് ടു ജേഷീസ് വ്ലോഗ്. എന്താണ് വിശേഷം? നല്ല മഴയൊക്കെ അല്ലേ? പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മഴയത്ത് നമുക്ക് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കി കഴിച്ചാലോ? നല്ല നാടൻ ചിക്കൻ കറി, നാളികേരപ്പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഒരു ചിക്കൻ കറി. അപ്പോൾ എല്ലാവരും നന്നായി ചിക്കൻ കറി ഉണ്ടാക്കുന്നവർ തന്നെ ആയിരിക്കും. എല്ലാ വീട്ടിലും ധാരാളം എപ്പോഴും ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും വെറൈറ്റി ഇങ്ങനെ ചിക്കൻ കറികളും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിക്ക് ഞാനും പലതരത്തിലും ഉണ്ടാക്കും. നാളികേരപ്പാൽ ഒഴിച്ചിട്ടും അല്ലാതെയും നല്ല സ്പൈസി ആയിട്ടും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് തുടക്കക്കാർക്കും ഒക്കെ ചെയ്ത് പഠിക്കാനൊക്കെ പറ്റും. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യുന്ന സ്റ്റൈലിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം കേട്ടോ. അതിന് മുന്നേ ഈ ഒരു സംഭവം കണ്ടോ, ഇത് കത്തി മൂർച്ച കൂട്ടാൻ നല്ലതാണ്, നല്ല മൂർച്ചയാവും. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ഒരു 3 സവാള എടുത്തെടുക്കണം. അപ്പോൾ അത് അരിയുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല നൈസായിട്ട് സ്ലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. അപ്പോൾ നല്ല ഉപയോഗമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും ഇതെങ്ങനെയാണ് ഇത് വാങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പോൾ നല്ല സാധനമാണ് കേട്ടോ. അപ്പോൾ ആ 3 സവാള, ഒരു 3 പച്ചമുളക്, ഒരു തക്കാളി, കുറച്ചൊരു പിടി വേപ്പിലയും ആണ് ഞാനിതിന് വേണ്ടിയിട്ട് അരിഞ്ഞ് എടുത്തിട്ടുള്ളത്. ഇനിയും സാധനങ്ങളുണ്ട്. ഇഞ്ചി, ഒരു വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്കായിട്ട് ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ ആദ്യമേ കുറച്ച് ഉപ്പ് പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നാളികേരപ്പാൽ ചേർത്തല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു അരമുറി, ഒരു നാളികേരത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യമേ റെഡിയാക്കി വെക്കണം. പിന്നെ ആവശ്യത്തിനുള്ള മസാലപ്പൊടികളും എല്ലാം. അപ്പോൾ ഞാൻ ആദ്യമേ ഇതിൽ കുറച്ച്, ഈ ചിക്കനിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാനിതിനെ ഒരു ചൂട് കട്ടിയുള്ള നല്ലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് കാസ്റ്റ് അയൺ ആണ്. അപ്പോൾ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കാം. അപ്പോൾ അത് പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടു അതിൽ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പില ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നീട് വീണ്ടും ഓരോ സമയത്തായിട്ട് ചിക്കനിൽ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഈ 3 പച്ചമുളക് നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടിയും ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് ചൂടായി മുളകിൻ്റെ മുകളിലേക്ക് ആ ചൂടൊക്കെ ഒന്ന് തട്ടി വരുമ്പോൾ തന്നെ കുറച്ചും കൂടി വേപ്പില ഇടുക. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മൂത്തൊരു ചെറുതായി ഒന്ന് ചൂടായി ഒന്ന് മൂപ്പായി വരുമ്പോൾ ഈ സവാള നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. സവാള പെട്ടെന്ന് വഴന്നു വരാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ അതൊന്നും ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. വേഗം തന്നെ ആയിക്കോളും. കാരണം അത് നല്ല കട്ടിയുള്ള ഒരു പാത്രം ആയതുകൊണ്ട് തന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള നല്ല ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കുഴഞ്ഞാൽ മതി. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്കതിൽ എനിക്ക് പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഈ സ്റ്റെപ്പിൽ തന്നെ ചെയ്യണേ. പിന്നെ ഇത് അതിലേക്ക് ഞാൻ കുറച്ച് ഒരു 3 ഏലക്കായ, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട കൂടിയിട്ട് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ നല്ലതാണ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അതിൽ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയാണ്, വലിയ സ്പൂണിന് 1.5 സ്പൂണ്. പിന്നെ 1/2 സ്പൂണ് മുളക് പൊടി, ഇത് ടേബിൾ സ്പൂണാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ തന്നെ ചിക്കൻ മസാല, ഒരു നുള്ളെന്ന് പറയാൻ പറ്റില്ല, ഒരു 2 നുള്ള്, അതായത് 1/4 ടീസ്പൂണ് ഗരം മസാലയും,
ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അതും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു റോസ്മെല്ലൊക്കെ വിട്ടതിന് ശേഷം, ഈ മസാലപ്പൊടികളുടെ റോസ്മെല്ല് വിട്ടതിന് ശേഷം കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തക്കാളി ഒന്ന് വാടി വന്നതിന് ശേഷമാണ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം നാളികേരപ്പാൽ ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദ്യം നാളികേരത്തിൻ്റെ 2-ാം പാല് ചേർത്ത് കൊടുക്കുക. 2-ാം പാല് കുറച്ച് വെള്ളത്തിൽ തന്നെയാണ് പിഴിഞ്ഞ് എടുത്തിട്ടുള്ളത്. ആദ്യത്തെ പാലും അതെ, ഫസ്റ്റ് പാലും അതെ, ഞാൻ കുറച്ച് വെള്ളത്തോട് കൂടിയാണ് നമ്മൾ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടാണല്ലോ പാൽ എടുക്കുന്നത്. പായസത്തിൻ്റെ പോലെ തിക്ക് അങ്ങനെ ഫസ്റ്റ് തിക്കായിട്ടുള്ള പാല് വേണമെന്നില്ല. ഇതിനൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പാല്, അത് ഫസ്റ്റ് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2-ാം പാല് ഒഴിച്ചു. പിന്നെ വെള്ളം പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ, കാരണം ചിക്കൻ ഇതിൽ കിടന്നിട്ടാണല്ലോ വേവുണ്ട്, ഫുള്ള് വേവ് ഇതിൽ കിടന്നിട്ടാണല്ലോ, അപ്പോൾ കുറച്ചൊരു 1/2 ഗ്ലാസും കൂടി വെള്ളം കൂടി ഒഴിച്ചു. അങ്ങനെ ചിക്കൻ നന്നായി ഇങ്ങനെ മുങ്ങി കിടക്കുന്ന പാകത്തിലാണ് ഞാൻ ഇത് വേവിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ചൊരു 1/2 സ്പൂണ് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും ഒരു 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വേണമെങ്കിൽ മാത്രമേ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. എനിക്കിതിന് വേണ്ടി വരില്ല, പാകമാണ്. എന്നിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഇടയ്ക്ക് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ കിടന്ന് കട്ടി പിടിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇത് മൊത്തത്തിൽ നമുക്ക് ചിക്കൻ ഇട്ടതിന് ശേഷം തന്നെ ഒരു 20 മിനിറ്റ് ഇതിന് വേവുണ്ട്. ചിക്കൻ കിടന്ന് വേവുണ്ട്. നമ്മളിത് വേറെ കുക്കറിലൊന്നും വേവിച്ചിട്ടല്ല ഇടുന്നത്. അങ്ങനെ ഇട്ടാൽ ഇതിൻ്റെ ഈ കറിക്ക് ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നാളികേരപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്ന കറിക്ക് ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ഇട്ടിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് അപ്പോൾ ഈ നാളികേരപ്പാലിൽ കിടന്നത് വേവണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുക്കറിലാകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനും പറ്റില്ല. അപ്പോൾ ഇതിലങ്ങനെ കിടന്ന് വേവുന്നത് അതിന് ടേസ്റ്റ് കിട്ടുക. അങ്ങനെ വെന്ത് ഇടയ്ക്ക് ഒരു 20 മിനിറ്റ്, മൊത്തം വെച്ചാൽ ചിക്കൻ ഇട്ടതിന് ശേഷം 20 മിനിറ്റ്. ആദ്യം ഉള്ളിയും ഇതൊക്കെ വഴറ്റുന്ന സമയം, പിന്നെ പ്രത്യേകിച്ചും ഇത് നല്ല വെളിച്ചെണ്ണയിൽ ഉള്ളിയൊക്കെ വാട്ടുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റുക. അതാണ് ഇതിന് കറിക്ക് ടേസ്റ്റ്. വേറെ ഓയിലുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ അത് അടച്ച് വെച്ച് വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 10-15 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനൊപ്പം തന്നെ നാളികേരപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. നാളികേരപ്പാൽ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള നാളികേരപ്പാലുണ്ടല്ലോ, ഫസ്റ്റ് നാളികേരപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത്, അപ്പോഴും ഇത് ചെറു തീയിൽ തന്നെ കേട്ടോ, ഇത്രയും നേരം ഇത് ചെറു തീയിൽ കിടന്നിട്ടാണ് വേവിച്ചിരുന്നത് നമ്മൾ. അപ്പോൾ അത് ഒന്ന് സ്പീഡ് കൂട്ടാം, എന്നുവെച്ചാൽ ഹൈ ഫ്ലെയിമിലും അല്ല, അങ്ങനെ കിടന്ന് ഇത് നന്നായി അതിൻ്റെ ഒരു 5 മിനിറ്റ് വേവേണ്ട ആവശ്യമുള്ളൂ. പിന്നീട് പിന്നെ മൊത്തം 20 മിനിറ്റ് എന്ന് പറഞ്ഞല്ലോ, മൊത്തം എന്ന് വെച്ചാൽ ചിക്കൻ ഇട്ടതിന് ശേഷം. അങ്ങനെ എന്നിട്ടിത് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആ പാലൊന്ന് അതിൽ നന്നായി മിക്സ് ആവുന്നവരൊക്കെയുള്ള ഒരു ഇത്, അപ്പോഴേക്കും ഗ്രേവിയൊക്കെ കറക്റ്റായിട്ടുണ്ടാവും. ഇനി ഇത് കട്ടിയുള്ള പാത്രമല്ലേ, അപ്പോൾ ഇരുന്നിട്ട് ഒന്നും കൂടി സെറ്റാവും. പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം. അടച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സെർവ് ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ പാത്രത്തിൽ ഇരുന്നൊന്ന് സെറ്റാവാണ്ട് കണ്ടോ. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ടാവും. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ ഒപ്പവും ഗീ റൈസിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ എന്തൊരു സൂപ്പറാണെന്നറിയോ. ഭയങ്കര ടേസ്റ്റാണ്. നല്ല എരിവും ഇതിൻ്റെ സ്പൈസസിൻ്റെ ഒക്കെ ഫ്ലേവറും എല്ലാം കൂടി ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ തേങ്ങാപ്പാൽ പറയണ്ടല്ലോ, തേങ്ങാപ്പാൽ ഒഴിച്ച് ലാസ്റ്റ് ഒഴിച്ചിടുമ്പോൾ ഇറക്കരുത് കേട്ടോ. മറ്റു കറികൾക്കൊക്കെ ചെയ്യും പോലെ ചെയ്യരുത്. ഒരു 5 മിനിറ്റ് അതിൽ കിടന്നൊന്ന് വേവണം, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ
എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെ ചിക്കൻ കറി. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടാണ്. കണ്ടില്ലേ എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ മനസ്സിലായില്ലേ. അപ്പോൾ ഇത് ആദ്യം ഉണ്ടാക്കാൻ പഠിക്കുന്നവർക്ക് ഇത് നോക്കി പഠിക്കാം. നല്ല എരിവും ഒക്കെ ഉള്ള നല്ല കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ്. നാളികേരപ്പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും. എല്ലാവരും നന്നായി വയ്ക്കുന്നവർ തന്നെ ആയിരിക്കും. പിന്നെ പുതിയതായിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുന്നവർക്ക് ഇത് നോക്കി പഠിക്കണം. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ചിക്കൻ കറിയാണ്. ഓക്കെ, ബൈ.